ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള റോസ് ഫ്ലവറും ഉണ്ട്. മുന്നേ ഒരു വാൾ ഡെക്കോർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ അതുപോലെ തന്നെ ആ ഫ്ലവർ യൂസ് ചെയ്തിട്ട് ഒരു ബൊക്കറ്റാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണേ. ഞാനിവിടെ റെഡ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയത്. പിന്നെ വേണ്ടത് ഒരു കട്ടിയുള്ള പേപ്പറാണ്. A4 ഷീറ്റ് ആയാലും മതി. അതിൽ നമ്മൾ കപ്പലണ്ടിയൊക്കെ പൊതിയാൻ എടുക്കുന്നത് പോലെ കോണാക്കി എടുക്കണം. എന്നിട്ട് ആ കോണിൻ്റെ മുകളിൽ എക്സ്ട്രാ വരുന്ന സൈഡ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കും. അതിൻ്റെ മുകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു റൗണ്ട് ഷേപ്പ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കോണും റൗണ്ട് ഷേപ്പും ഒക്കെ ഒരു റെഡ് കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലവറിൻ്റെ കളർ റെഡ് ആയതുകൊണ്ടാണ് ഇതിന് മുഴുവൻ റെഡ് കളർ കൊടുത്തത്. ഞാൻ മുന്നേ ഒരു ഫ്ലവർ ബൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് കിട്ടിയതാണ് ഈ റെഡ് കളറും ബ്ലാക്ക് കളർ പേപ്പറും ഒക്കെ. നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ നോർമൽ കളർ പേപ്പർ യൂസ് ചെയ്താലും മതി. എന്നിട്ട് ഞാനൊരു ബ്ലാക്ക് പേപ്പർ കൂടെ വെച്ചിട്ട് ഈ കോണിൻ്റെ മുകളിൽ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതൊന്നും ഇല്ലെങ്കിലും ഈ കോണിൻ്റെ മുകളിൽ ജസ്റ്റ് ആ ഫ്ലവർ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി, നമ്മുടെ ബൊക്കെ റെഡിയാവും. ഞാൻ ജസ്റ്റ് ഒരു 5 ഫ്ലവേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ബൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ കോണിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ചെറുതോ വലുതോ ആയിട്ടുള്ള എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതേ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പും ഓപ്ഷണലാണ്. എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഒരു റെഡ് പേപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് കൂടി ഒന്ന് ഇത് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു റിബൺ കൂടെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബൊക്കെ ഇവിടെ റെഡിയായി. ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഒക്കെ ബർത്ത്ഡേക്ക് പെട്ടെന്ന് എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന ആലോചിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഐഡിയ ആണ് ഇത്. അപ്പോൾ ഇത് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ഐഡിയാസും ക്രാഫ്റ്റ് ഐഡിയാസിൻ്റെ ഒക്കെ വീഡിയോ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കൂ.